ഒരു വർഷത്തിനുള്ളിൽ മോദി സർക്കാർ താഴെ ഇറങ്ങും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കണം. അതൊരു നിസ്സാരപ്പെട്ടുള്ള ഒരു സംഗതിയല്ല. രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ ദിവസം, പ്രതിപക്ഷ നേതാവാണ് ഇത് പറഞ്ഞത്. ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? അല്ല, അതിൽ കുറേയൊക്കെ യാഥാർത്ഥ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി കുറച്ച് പരുങ്ങലിലാണ്. ഇന്ത്യയുടെ ഗ്രോത്ത് ഇവർ പറയുന്ന കണക്കുകളൊന്നുമായിട്ട് ബന്ധമില്ല. അത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഷെയർ മാർക്കറ്റിന്റെ വാല്യുവേഷന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയല്ല. പലപ്പോഴും തായ്വാനും സൗത്ത് കൊറിയക്കും ശേഷമുള്ള ആറാമത്തെയോ ഏഴാമത്തെയോ സ്ഥാനത്തേക്കാണ് എന്ന് പറയുന്ന കണക്കുകളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഏറെക്കുറെ ചില വാസ്തവങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഇപ്പം നമ്മൾ വളരെ വിശദമായി പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഗവൺമെൻറ് ക്ലെയിമുകളും പുറത്തുള്ള ആളുകളുടെ റിപ്പോർട്ടുകളും തമ്മിൽ ഒരു വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ സാമ്പത്തികമായിട്ടൊരു പ്രശ്നത്തിലേക്കാണ്. അപ്പോൾ അതിനിടയിലാണ് ഗൗതം അറിയേണ്ടത്. ഇപ്പോൾ ബ്ലൂംബർഗ് എന്ന് പറയുന്ന വളരെ അന്വേഷണാത്മകമായി കാര്യങ്ങളെ കാണുന്ന ഒരു ഏജൻസി, അവർ കൃത്യമായിട്ടൊരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരുന്നു. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 12 ബില്യൺ ഡോളറിൻ്റെ ഗോൾഡ് നമ്മൾ വിറ്റു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഫോറിൻ റിസർവ് സംരക്ഷിക്കാൻ വേണ്ടി നമ്മളത് വിറ്റു എന്ന് പറയുന്ന ഒരു കണക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ കണക്ക് പുറത്തേക്ക് വന്നപ്പോൾ പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തേക്കണതും RBI ചെയ്തേക്കണതും അതിൻ്റെ കണക്കുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷേ ആ കണക്കുകൾ പുറത്തേക്ക് വിട്ടേക്കണമെങ്കിലും മാർച്ച് ഏപ്രിലും കണക്കാണ് പുറത്തേക്ക് വിട്ടേക്കുന്നത്. അതിൽ മെയ്യിലില്ല. അപ്പം മെയ്യിൽ ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു ആരോപണമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഗവൺമെൻറ് പറയുന്നതിന് നമുക്ക് 100% പലപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഗവൺമെൻറ് കണക്കുകളൊക്കെ തന്നെ പലപ്പോഴും ഫാബ്രിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം കൺവിൻസിങ് ആകാത്ത കണക്കുകളാണ് എന്നൊക്കെ പറയുന്ന യാഥാർത്ഥ്യമുണ്ട്. അതുപോലെ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ഇന്ത്യ വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുക എന്നാണ് പല ഇന്റർനാഷണൽ ഏജൻസികളും പറയുന്നത്. ഞാനിപ്പോൾ ഓരോരുത്തരുടെ റിപ്പോർട്ടുകളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസികൾ പറയുന്നത് ഇന്ത്യയിൽ 29% തൊഴിലില്ലായ്മയുണ്ട്. അത് തന്നെ ഹരിയാന പോലെയുള്ള ചില സ്റ്റേറ്റുകളിൽ വളരെ കൂടുതലാണ്. ഈ തെരഞ്ഞെടുപ്പിന് 2024-2025 ഹരിയാനയിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു വലിയ ക്രൈസിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നിരവധി എക്കണോമിസ്റ്റുകൾ വിലയിരുത്തലുകളുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിഷേധിച്ചു, ഞങ്ങൾ അങ്ങനെ ഒരു ഗോൾഡ് പോലും പുറത്ത് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മിക്ക എക്കണോമിസ്റ്റുകളും വലിയ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകളും പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ചില കാര്യങ്ങളിൽ നമ്മളത് യാഥാർത്ഥ്യമാണെന്ന് പിന്നീട് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു പ്രശ്നമുണ്ടാവുകയും പാകിസ്ഥാനെ ആക്രമിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുക, ഓപ്പറേഷൻ സിന്ദൂർ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് തന്നെ അറിയാം, പ്രധാനപ്പെട്ട ചില ലേഖകരും വാർത്താ ആളുകളൊക്കെ തന്നെ, ഈവൻ ഞാനൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള ഇപ്പൊ മാത്യു സാമുവലിന്റെ ചാനൽ അന്ന് ഇന്ത്യക്ക് കുറേയധികം എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു. സത്യമാണ്. അത് ഏറ്റവും ആദ്യം പറഞ്ഞ ചാനലിന്റെ ഇവര് ബാൻ ചെയ്യുകയും അത് ടേക്ക് ഡൗൺ ചെയ്യുകയും നമ്മളിവിടുത്തെ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ അത് ഭയങ്കര ഗൗരവത്തിൽ ആഘോഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷം എന്താ, ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ ചീഫ് ആയിട്ടുള്ള ആർമിയുടെ ഉദ്യോഗസ്ഥർ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ ചെന്ന് പ്രസ് മീറ്റ് കൊടുക്കുകയും അവിടെ ഇന്ററാക്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഗവൺമെന്റ് ഒരിക്കലും നമ്മളോട് തുറന്നു പറഞ്ഞിരുന്നില്ല. അന്ന് രാഹുൽ ഗാന്ധി ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ കൃത്യമായിട്ട് നമ്മളോട് പറയണം എന്ന് പറഞ്ഞത് പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഗവൺമെന്റ് പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ലോകത്തിലെ വലിയ സാമ്പത്തിക വിദഗ്ധരും എക്കണോമിക് ഫോറംസിലെ ആളുകളും അതുപോലെ തന്നെ വലിയ പ്രഡിക്ഷൻസും ഒക്കെ നടത്തുന്നത് ഇന്ത്യ വലിയ പ്രശ്നത്തിലാണെന്നാണ്. ഇന്ത്യയുടെ വളർച്ച വലിയ തോതിൽ മുരടിച്ചിട്ടുണ്ടെന്നാണ്. ഇന്ത്യ സാമ്പത്തിക ശക്തികളിൽ യഥാർത്ഥത്തിൽ ബ്രിട്ടനെ മറികടന്ന് നമ്മൾ 4ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ടെന്നാണ്. ഇപ്പോഴും ഇവർ കാണിക്കുന്ന വളർച്ചാ നിരക്കുകളൊക്കെ തെറ്റാണെന്നാണ്. അപ്പൊ അതൊന്നും മുഴുവനായിട്ടും ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എന്താണ് ഗ്ലോബലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേയധികം ക്രൈസിസ് ഉണ്ട്, അത് തീർച്ചയായിട്ടും ഇന്ത്യയെ എഫക്ട് ചെയ്യുമല്ലോ. അല്ല, ഗ്ലോബലി ഒരു കാര്യമുള്ളത്, ഗ്ലോബലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസിസ് ഉണ്ടെങ്കിൽ ക്രൈസിസ് ഉണ്ട് എന്ന് തുറന്നു പറയാം. അതിനെന്താ പ്രശ്നമുള്ളത്? മനസ്സിലായി? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഗ്ലോബൽ ക്രൈസിസ് ഒന്നും നമുക്ക് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇന്ത്യ വിചാരിച്ചപ്പോഴും. ഉദാഹരണത്തിന് നമ്മളുടെ ഇവിടെയുള്ള LPGയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം തന്നെ എന്ന് പറഞ്ഞാൽ LPG സ്റ്റോറേജുകൾ നമുക്ക് ഉണ്ടായിരുന്നില്ല.
നമ്മളിപ്പോൾ 2 ദിവസത്തേക്കുള്ള സ്റ്റോറേജുകളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓരോ തവണയും കപ്പൽ വിട്ടുകിട്ടി ഇവിടെ വന്നാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പെട്രോളിന്റെ കാര്യത്തിൽ അതുപോലെ മറ്റ് ഇതിന്റെ കാര്യത്തിൽ നമ്മൾ നിരവധി രാജ്യങ്ങളിൽ, നേരെ 40 രാജ്യങ്ങളിൽ നമ്മൾ മേടിക്കുന്നുണ്ട്. റഷ്യ അടക്കം പല സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വില കുറഞ്ഞപ്പോഴും നമ്മുടെ ടാക്സ് ഒന്നും കുറച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് പല പ്രശ്നങ്ങൾ, ക്രൈസിസുകൾ നമ്മൾ നേരിടുന്നുണ്ട്. അത് നിങ്ങൾ ഒളിച്ചു വെച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ ജനങ്ങളോട് തുറന്നു പറ. നരേന്ദ്രമോദി തന്നെ ഇതിനിടയിൽ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, ഐ നീഡ് ദിസ് ഗവൺമെന്റ് ടു ബി ക്രിട്ടിസൈസ്ഡ് എന്നാണ്. നിങ്ങൾ ഐ നീഡ് ദിസ് ഗവൺമെന്റ് ഐ വാണ്ട് ദിസ് ഗവൺമെന്റ് ടു ബി ക്രിട്ടിസൈസ്ഡ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം രാവിലെ ക്രിട്ടിസൈസ് ചെയ്യുന്നവനെ പിടിച്ച് മറ്റേ അവന്റെ ചാനൽ, ഏത് ചെറിയ യൂട്യൂബ് ചാനലടക്കം ടേക്ക് ഡൗൺ ചെയ്യുകയും അത് പിന്നെ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തിരിക്കണം? ഇത് യാഥാർത്ഥ്യമായിട്ട് ജനത്തോട് പറ. ഇത് ശരിക്കും പറഞ്ഞാൽ ഗൗതം പറയുന്നത്, ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പല ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് അടക്കം അല്ലെങ്കിൽ മറ്റ് പല ഇന്റർനാഷണൽ ഏജൻസികളുണ്ട്, അവര് വളരെ ഇക്കണോമിക്കലി ഇതിനെക്കുറിച്ച് വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകളിൽ പലതും ഇപ്പൊ ഷെയർ മാർക്കറ്റ് അടക്കം അല്ലെങ്കിൽ മറ്റു പല സൂചികകളടക്കം ഇന്ത്യ ഇപ്പൊ തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ ഏതാണ്ട് 7ാമത്തെ 8ാമത്തെ ലെവലിലേക്ക് ഇന്ത്യ എത്തി എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന കാര്യം ഇന്ത്യ വലിയ ക്രൈസിസിലാണെന്നാണ്. ഈ ക്രൈസിസിന് നിരവധി തലങ്ങളുണ്ട്. മോദിയുടെ മാത്രം പ്രശ്നമല്ല ഇത്. ഇപ്പൊ ഉദാഹരണത്തിന് ട്രംപിന്റെ തീരുവടക്കമുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ട്രംപ് അമേരിക്ക ഇന്ത്യയുമായിട്ട് ഉടക്കി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് അമേരിക്ക പോലൊരു രാജ്യം ഇന്ത്യയുമായിട്ട് പ്രശ്നത്തിൽ നിൽക്കുന്നു, ഉടക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയിലേക്ക് വേറെ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്യും, അമേരിക്കയുമായി സൗഹൃദത്തിലാണെന്ന് പറഞ്ഞാലാണ് മറ്റു രാജ്യങ്ങൾക്ക് അതൊരു സേഫ്റ്റിയാണ്. ആ സേഫ്റ്റിയിൽ നിന്ന് നമ്മൾ പണ്ടേ രാഹുൽ ഗാന്ധിക്കൊക്കെ പ്രതിപക്ഷ നേതാവിന് സംഭവിക്കുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് വളരെ കോൺക്രീറ്റ് ആയിട്ട് ചില കാര്യങ്ങളെ പറയാൻ പറ്റുന്നില്ല. അല്ല, വെറുതെ വന്നിട്ട് എക്കണോമിക് സുനാമി എന്താണ്, എക്കണോമിക് സുനാമി, എക്കണോമി നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്താണ്, കോൺക്രീറ്റ് ആയിട്ട് പറയും. ഒന്ന്, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ആ പ്രശ്നം എപ്പോഴും ഉണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഒന്ന്, അത് മാത്രമല്ല പ്രശ്നം എന്ന് പറയുന്നത്, പുള്ളി ഇതിപ്പോ ആദ്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പുള്ളി നിരവധി ഇന്റർനാഷണൽ റിപ്പോർട്ടുകളെല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ജനങ്ങളോട് ഇത് വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട്. അതിൽ നിന്ന് പുള്ളി ചെയ്തിട്ടില്ല. 2, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൺസിസ്റ്റന്റ് ആയി പുള്ളി ഇതിന്റെ പുറത്ത് എഫേർട്ട് ഇടൂല. ഇപ്പൊ വോട്ട് ചോരി തന്നെ ഇപ്പൊ എന്തായി നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല. അപ്പൊ പലപ്പോഴും അത്തരത്തിലൊരു യുദ്ധം നയിക്കാനുള്ള സംവിധാനം പുള്ളിക്കില്ല. ഒന്ന്, അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ? വിഷയം അതിന് പറ്റുന്നൊരു പാർട്ടിയല്ല കോൺഗ്രസ്. ആ പാർട്ടിയാക്കി അതിനെ റിവൈവ് ചെയ്തിട്ടില്ല. കാരണം രാഹുൽ ഗാന്ധി തന്നെ ഒരു മീറ്റിംഗിൽ പറഞ്ഞത്, എൻ്റെ ഒപ്പം MP-മാരും അതുപോലെ മറ്റുള്ള ആളുകളും നിൽക്കുന്നില്ല എന്ന് പറയുന്ന പരിദേവനം പോലും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. കാരണം ഇവരെല്ലാവരും ഇവർക്ക് കിട്ടുന്ന സുഖങ്ങളിലും സൗകര്യങ്ങളിലും പോരുകയാണ്. അല്ലാതെ കേരളത്തിൽ തന്നെ ഗൗതത്തിന് അറിയില്ല എത്ര MP-മാര് UDF-നുണ്ട്, എത്ര MP-മാര് കോൺഗ്രസിനുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാമോ ഈ അടുത്ത കാലത്തെങ്ങാനും കേന്ദ്ര ഗവൺമെന്റിനെതിരെ പറഞ്ഞ്? കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത് ഇതിന്റെ കാര്യകാരണ സഹിതം ജനത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അത് ചെയ്യുന്നില്ല. ഒന്ന്, ഇനി അത് ബോധ്യപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടല്ലോ. അതായത് ജനത്തെ നമ്മളിപ്പോ ഒരു ഭയങ്കരമായിട്ടൊരു കാര്യം പറയാണ്, ജനത്തോട് നമ്മൾ പറയാണ് എക്കണോമിക് റിസഷൻ വരും എന്നൊന്നും പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാവില്ല. പകരം നിങ്ങളുടെ ഗ്യാസിന്റെ വില വർധന ഉണ്ടെന്ന് പറഞ്ഞവർക്ക് പ്രക്ഷോഭം നടത്താം. യാഥാർത്ഥ്യമാണല്ലോ. ഇപ്പൊ ഗ്യാസിന്റെ വലിയ വില വർധന ഉണ്ടായി. പെട്രോളിന് എത്രയായിരുന്നു? 105 രൂപയിൽ നിന്ന് ഒറ്റടിക്ക് 8 രൂപ കൂട്ടിയ 113 രൂപ 114 രൂപയിലേക്ക് എത്തിച്ചു. അപ്പൊ ഇത് ഡീസലിന്റെ വില വർധനയുണ്ട്. ഇത്തരം അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തിക്കാട്ടിയാൽ മതി. മനസ്സിലായി? ആ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വേണം നിങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ. അല്ലാതെ ഇന്ത്യയിൽ ഒരു എക്കണോമിക് റിസഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ അത്തരത്തിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും, അതുകൊണ്ട് പ്രശ്നമുണ്ടാകും എന്നൊന്നും ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് പഠിപ്പിക്കാതെ ഇതുണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തത്, അദ്ദേഹം പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ്. CJPയും ഈ പറയുന്ന പോലെ ഒരു മിഡിൽ ക്ലാസ് ആളുകളുടെ ഇടയ്ക്കുള്ള വലിയ അസ്വസ്ഥതകളുണ്ട്. ഇപ്പൊ തന്നെ ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗൗതം വിചാരിക്കുന്നുണ്ടോ നിസ്സാരമാണെന്ന്? ഒരു ഹോട്ടലിൽ ഊണ് കിട്ടാനില്ല. എന്താ? ഗ്യാസില്ല. ഗൗതം അറിയേണ്ടത് പോട്ടെ, രാത്രി എനിക്കറിയാം നിരവധി പിള്ളേരെ എനിക്കറിയാം, അവര് ഷവർമ മാത്രം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങുന്നവരുണ്ട്. ഷവർമ കഴിച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല. ആ ഷവർമ മേടിക്കണമെങ്കിൽ ഇപ്പൊ എവിടെ പോകണമെന്ന് അറിയാമോ? ഇപ്പൊ എറണാകുളം ജില്ലയിലാണെങ്കിൽ നിങ്ങൾ എടപ്പള്ളി വരെ പോകേണ്ടി വരും. എന്താ കാര്യം വെച്ചാൽ മിക്ക കടകളിലും ഈ സാധനമില്ല. അപ്പൊ ഇതുപോലെയുള്ള ഇനി ചെല്ലുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ അവരുടെ ഒരു 50 രൂപക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബർഗറിന് ഇപ്പൊ 80 രൂപ കൊടുക്കണമെന്നുള്ള അവസ്ഥയാണ്.
ഇപ്പൊ മീൽസ് ചായക്ക് 10 രൂപ 15 രൂപയുടെ അവസ്ഥയാണ്. മീൽസ് ശരിക്കും പറഞ്ഞാൽ 40 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സാധാരണ കടകളിൽ 40 രൂപ കഴിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട്. നിരവധി ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇടുക്കി, കട്ടപ്പന, കോട്ടയം അതുപോലെ സ്ഥലത്തൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. കണ്ണൂര്, കാസർഗോഡ് എന്നൊക്കെ അവർ വളരെ സിമ്പിളായി കഴിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അതിനിപ്പോൾ 70 രൂപ 80 രൂപ കൊടുക്കണമെന്നുള്ള അവസ്ഥയുണ്ട്. എന്നാൽ അവർക്കൊന്നും കിട്ടുന്നില്ല. ഇത് അവരെ ബാധിക്കില്ലെന്നാണ് വിചാരിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിനാണ്. അപ്പൊ ഒരു 3 നേരത്തെ ഭക്ഷണത്തിന് 100 രൂപ കൂടുകയാണ്. 100 രൂപ കൂടുമ്പോൾ എത്രയാണ്? 20,000 രൂപ 15,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം എത്ര രൂപ? 3,000 രൂപ വീണ്ടും എക്സ്ട്രാ കൊടുക്കേണ്ടി വരും, ചാർജ് വരികയാണ്. പ്ലസ് അത് കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സെയിം പെട്രോൾ അടിക്കണമെങ്കിൽ അവൻ 20 രൂപ പിന്നെയും കൂടുതൽ കൊടുക്കേണ്ടി വരികയാണ്. അപ്പൊ ഇത്തരത്തില് വലിയ തോതിലുള്ള പ്രശ്നമാണ് ഇന്ത്യയിലുള്ളത്. അത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയുന്നത്, പ്രതിപക്ഷമെങ്കിലും സമരം ചെയ്ത് ഒരു 3 രൂപ 5 രൂപ കുറച്ചിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം കെട്ടടങ്ങി പോയേനെ. പക്ഷെ പ്രതിപക്ഷവും ചെയ്യുന്നില്ല. ഈ പ്രശ്നത്തെ വലിയ രൂക്ഷമായിട്ടുള്ള പ്രതിഭാസമായി ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ അസംതൃപ്തി വളരും. ഇപ്പം ഗൗതത്തിനും അതുപോലെ തന്നെ ഇത് കേട്ടിരിക്കുന്ന ഇപ്പൊ ക്യാമറമാനോ അല്ലെങ്കിൽ ഇവിടുത്തെ എഡിറ്റർക്കോ അടക്കമുള്ള ആളുകൾക്ക് ഒരു അസംതൃപ്തി ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പടം നയിക്കുകയാണെന്ന് നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാവും. ഒരു സമരം നടക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും സംഭവിക്കും എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. ഇവിടെ അതുമില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ ഏറ്റവും വലിയ ആളായി മാറിയിരിക്കുന്നത് CJP പോലെയുള്ള കോക്രോച്ച് ജനതാ പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ. ഇപ്പൊ നേരത്തെ ഇപ്പം ഈ വിജയദ ദഹിയ CJP വക്താവ് പറഞ്ഞ പോലെ പീപ്പിൾ ഷുഡ് ബി കോൺഷ്യസ്, ബോധവാന്മാരായിരിക്കണം. ആളുകൾ അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. ആളുകളൊക്കെ ബോധവാന്മാരാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഇപ്പൊ എങ്ങനെയാണ് CJPക്ക് 2,20,00,000 ആളുകൾ വന്നതെന്ന് വെച്ചാൽ അവര് ബോധവാന്മാരാണ്. ഞാൻ പറഞ്ഞ പ്രത്യേകിച്ചും നാട്ടിലുള്ള 140 കോടി ആളുകളും ബോധവാന്മാരാണെന്നല്ല ഞാൻ പറഞ്ഞ. ഞാൻ പറയുന്നത് കുറിച്ച് ശ്രദ്ധിച്ചേക്കണം. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ജോലിയെടുത്ത് താമസിക്കുന്ന ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ വളരെ വളരെ ബോധവാന്മാരാണ്. ഒന്ന്. ഇനി രണ്ടാമത്തൊരു കാര്യം, അവരാണ് ഗൗതം എല്ലാ രാജ്യങ്ങളിലും വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രതിഷേധങ്ങൾക്ക് ഈ പറയുന്ന പോലെ ചാലകശക്തിയായി മാറിയിട്ടുള്ളത്, കാറ്റലിസ്റ്റായി മാറിയിട്ടുള്ളത് അവരാണ്. ഇപ്പൊ നമ്മള് ബംഗ്ലാദേശില് അല്ലെങ്കിൽ ഈ പറഞ്ഞ നേപ്പാളില് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ശരി, ഇതൊക്കെ കൊണ്ട് 1 വർഷം കൊണ്ട് മോഡിയെ താഴ്ത്തിറക്കാൻ പറ്റും? 1 വർഷം കൊണ്ട് ഞാൻ പറയുന്നത് പുള്ളി അതെന്താ ഉദ്ദേശിച്ചത്? 1 വർഷം മതി. ഇപ്പൊ പിന്നെ പുള്ളി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, പ്രതിപക്ഷ നേതാവ്, എനിക്ക് കുറെ അധികം ഇൻസൈഡ് ഇൻഫോർമേഷൻ ലഭിക്കുന്നുണ്ട് ഇന്റലിജൻസ് ബ്യൂറോന്റെ ഭാഗത്ത് നിന്ന്, പഴയ മുൻ ജഡ്ജിമാർ ഇവരൊക്കെ എനിക്ക് സിസ്റ്റം വളരെ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിലും വാസ്തവം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പോസ്റ്റാണ്. അപ്പൊ നാച്ചുറലി നിരവധി ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് അസംതൃപ്തരായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അത്തരത്തിൽ ഒരു സൊസൈറ്റിയിൽ വലിയ തോതിൽ ഉണ്ടാകാവുന്ന ഒരു അസംതൃപ്തി ഇത് പതുക്കെ ഈ പറയുന്ന പോലെ നുരഞ്ഞു പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഒന്ന്, ഇത്തരത്തിലുള്ള അസംതൃപ്തി എല്ലാം നിലനിൽക്കുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ഇവിടെ ആരുമില്ല. അത്തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയോ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഇരിപ്പോട്ടെ ഭരണഘടനാ സ്ഥാപനങ്ങളോ ഒക്കെ തന്നെ അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒന്നിലും ഒരു വിശ്വാസമില്ല എന്ന് പറയുന്നതൊക്കെ ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര വലിയ പ്രശ്നമാണത്. നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ ആളുകൾക്ക് 95% വിശ്വാസം ഉണ്ടായിരുന്ന സ്ഥാപനമാണ്. കോടതിയേക്കാൾ വിശ്വാസം ഉണ്ടായിരുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ നിന്ന് ഇത് ഞങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല എന്ന് ജനങ്ങൾ ഒരു സർവേ നടത്തി പറയുന്നു, അല്ലെങ്കിൽ 25-50% ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ നാച്ചുറലി ജനങ്ങൾ വലിയ തോതിൽ ഇനി ആരെയാണ് അസംതൃപ്തരാവും. ആ അസംതൃപ്തി അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് ഇപ്പോഴും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് ഇലക്ഷൻ നടത്തുമെന്ന് പോലും പറഞ്ഞാൽ അവിടെ ഒരു ആശ്വാസമുണ്ട്. എന്താ കാര്യം? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ മാറ്റാം. പരകാല പ്രഭാകർ എന്ന് പറയുന്ന നേരത്തെ നമ്മുടെ പ്രതിരോധ മന്ത്രിയും അതുപോലെ ഇപ്പൊ ധനമന്ത്രിയുമായിട്ടുള്ള നിർമ്മലാ സീതാരാമന്റെ ഭർത്താവായിട്ടുള്ള ആള് തന്നെ വന്നിട്ട് പറയുന്നത് ഇവിടെ നടക്കുന്നത് മുഴുവൻ കളവാണ്, നിങ്ങൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. ശരിയാണെങ്കിലും അല്ലെങ്കിലും അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു 25 ലക്ഷം ആളുകൾ. ഇതിനു മുമ്പ് ഈ CJPയിലേക്കുള്ള ആളുകൾ ചേരുന്നത് പോലെ ഇതിനു മുമ്പ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ഹൈപ്പ് കണ്ടത് എപ്പോഴാണെന്നറിയോ? വോട്ട് ചോരി എന്ന് പറഞ്ഞൊരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വലിയ തോതിൽ ഉയർന്നിരുന്നു, കോൺഗ്രസിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉയർന്നിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അവരെ ഉണ്ടാക്കിയ വെബ്സൈറ്റിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ചേർന്നിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ നുരഞ്ഞു പൊങ്ങുന്ന ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ മോദി ഭരണം മാറ്റപ്പെടാമെന്നുള്ള കാര്യം കലാപത്തിലൂടെയോ? കലാപത്തിലൂടെ അല്ലെന്നേ, പിന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ഭരണം മാറും.
കലാപമൊന്നും വേണമെന്നില്ല ഇന്ത്യ പോലൊരു രാജ്യത്ത്. ഗൗതം അറിയേണ്ടത് എങ്ങനെയാണ് അങ്ങനെ മാറുക? അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാ? അതിന്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജനപിന്തുണ പരിപൂർണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കും. അല്ല, ഇലക്ഷൻ ഇല്ലാതെ തന്നെ ഈ നാട്ടില് വലിയ ഇപ്പൊ എങ്ങനെയാണ് മോദി ഗവൺമെന്റ് കർഷക നിയമങ്ങൾ മാറ്റിയത്? ഒരു കലാപം ഉണ്ടായില്ലോ. നിങ്ങൾ ഈ സമരം നമുക്ക് പിടിച്ചമർത്താൻ പറ്റില്ല, നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആരും മാറും. ഇപ്പൊ അത്രയും വലിയൊരു പ്രതിഷേധം ഉണ്ടാവണം. അത്ര വലിയ പ്രതിഷേധമല്ല, അത്ര വലിയൊരു മൂഡാണ് ഈ രാജ്യത്തിന്റെ എന്ന് മനസ്സിലാക്കിയാലും മതി. നാളെ ഞാൻ പറയുന്നു ഈ വലിയ തോതിൽ ഇത് പ്രശ്നമാണ്, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് BJP കിടക്കം തോന്നിയാൽ BJP മോദിയെ മാറ്റും. മാറ്റാതെ വേറെ വഴിയില്ല. കാരണം എന്താ? മോദിയെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും എടുത്തു നോക്കാന്ന് വിചാരിക്കും. കാരണം എന്ന് വെച്ചാൽ അവരെ മോദി ബ്രാൻഡ് ഇടിഞ്ഞു, ഇനിയിപ്പോ രക്ഷയില്ല, പാർട്ടിയെങ്കിലും പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ ഉറപ്പായിട്ടും മാറ്റും. സംശയമൊന്നുമില്ല. നമ്മളിപ്പോ ഈ കഴിഞ്ഞവണ കർണാടകത്തിൽ കണ്ടെന്താ? ശരിയാണ് സാർ. ഇപ്പം നമ്മൾക്ക് കിട്ടുന്ന ഒരു വിവരം അനുസരിച്ചിട്ട് RSSന്റെ ഉള്ളിൽ പോലും മോദിക്ക് യാതൊരു പിന്തുണയും ഇല്ല എന്നുള്ളതാണ്. RSSന്റെ ഉള്ളിൽ പോലും പിന്തുണയില്ല എന്ന് മാത്രമല്ല, RSSന്റെ ഉള്ളിൽ ഏതാണ്ട് 2024 മുതൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ഈ മോദി അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് 240 സീറ്റുകളിലേക്ക് എത്തിപ്പോയ സമയത്ത് തന്നെ നമുക്കറിയാം മോഹൻ ഭാഗവത് പറഞ്ഞത് എന്താണ്? ഭാഗ്യമായി അദ്ദേഹം മോദിയെ തള്ളിപ്പറയാണ് ചെയ്തിട്ടുള്ളത്. രാം മാധവ് പറഞ്ഞത് എന്താണ്? അതായത് ഇത് ഈ പറയുന്ന ഏതൊരു ഭരണാധികാരിയും ധിക്കാരിയായി മാറരുത്, ജനമാണ് അൾട്ടിമേറ്റ് അധിപൻ എന്നുള്ള നിലക്കാണ്. ഇനി ഇതൊക്കെ പോട്ടെ ഗൗതം, ഇതിന് ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് രാം മാധവ് അമേരിക്കയിൽ ചെന്നിട്ട് മോദി ഭരണത്തെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം സാധാരണക്കാർക്ക് അറിയുന്നില്ല. അല്ല, അദ്ദേഹം മോദി ഭരണകൂടം ചെയ്യുന്നത് ശരിയല്ല, നിരവധി മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുള്ള നിലക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഓർഗനൈസേഷനും അവരുടെ സാധ്യതകളും ഒക്കെ ബലപ്പെട്ടതാണ്. അല്ല, മുൻ BJPയുടെ ദേശീയ അധ്യക്ഷൻ RSS വേണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് RSSനെ പിന്തള്ളി പറയുന്ന ഒരു സാഹചര്യം പോലും JP നഡ്ഡ. ആ സമയത്ത് JP നഡ്ഡ അത് പറയാനുള്ള കാര്യം RSSും മോദിയുമായിട്ട് വലിയ റിഫ്റ്റിലായിരുന്നുകൊണ്ടാണ്, വലിയ യുദ്ധത്തിലായിരുന്നുകൊണ്ടാണ് JP നഡ്ഡ പറഞ്ഞത്. ഞങ്ങൾ ഒരു കാലത്ത് ഞങ്ങൾക്ക് RSSന്റെ സഹായം വേണമായിരുന്നു എന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ അഭിപ്രായം പറയുകയും അതിനുശേഷം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇപ്പൊ അതിന്റെ വേണ്ട, ഞങ്ങൾ സെൽഫ് റിലയന്റ് ആയി എന്ന് പറയുകയും ഞങ്ങൾ സ്വയം പര്യാപ്തരായി, ഇപ്പൊ ഞങ്ങൾക്ക് തനിയെ നിൽക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതിന്റെ ഒരു തിരിച്ചടി അവർ ലോക്സഭയിൽ നേരിട്ടില്ലേ? അതിന്റെ തിരിച്ചടി അവർ തീർച്ചയായിട്ടും നേരിട്ടു. പിന്നെ RSSന്റെ തിരിച്ചടി അല്ല ഇത് നിങ്ങളൊക്കെ അങ്ങനെ ചുരുക്കി കാണുകയാണ്. RSS അങ്ങനെ വിചാരിച്ചു മോദിയെ കൈവിടാം, അതൊന്നും കൊണ്ടൊന്നുമല്ല. ജനങ്ങൾ കൈവിടാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിൽ എങ്ങനെ തിരിച്ചടി ഉണ്ടാവുന്നത്? ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ RSS മാത്രമേ വെച്ചിട്ടാണ്. RSSനൊന്നും അങ്ങനെ ഈ പറയുന്ന പോലെ മുഴുവൻ ഇത് ആരെങ്കിലും ഭരണത്തിലേക്ക് എത്തിക്കാനും അവരെ തോൽപ്പിക്കാനുള്ള ശക്തിയൊന്നുമില്ല. പക്ഷെ RSSന് ഒരു ബുദ്ധിപരമായ സംഘടനയാണ്. അവർക്കറിയാം മൂഡ് ഓഫ് ദ നേഷൻ എന്താണെന്ന് അവർക്കറിയാം. ആ നേഷൻ അനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, നിലപാടെടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള നിലപാടുകൾ അവരെടുത്താൽ സ്വാഭാവികമായിട്ട് അവർ കൂടി എടുത്താൽ, ഈ കഴിഞ്ഞ BJPയുടെ 2024 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം BJPയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ മോദി ഒരു കണക്കിന് മറികടന്നത് മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിജയം കൊണ്ടാണ് അത് മറികടന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അത് അതീവ രൂക്ഷമാണെന്ന് മനസ്സിലാക്കിയാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കർണാടകത്തിൽ എന്ത് ചെയ്തു, ഇവരെ മാറ്റിയില്ലേ, അതായത് DK ശിവകുമാറിനെ വെച്ചു. എന്താ കാര്യം എന്ന് ഗൗതത്തിനറിയോ? യഥാർത്ഥ കാരണം എന്ന് വെച്ചാൽ 2 തവണ അവിടെ സർവേ നടത്തി. ഒന്ന് ടേംസ് ഒക്കെ ഉണ്ടായിരുന്നു 2.5 കൊല്ലം കഴിഞ്ഞ് മാറാതെ. പക്ഷെ 2 തവണ സർവേ നടത്തിയപ്പോഴും കോൺഗ്രസ് കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തുടർഭരണം കിട്ടില്ല, വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ ആളുകളുടെ ഇടയിലുണ്ട്, അത് പ്രകടിപ്പിക്കാഞ്ഞിട്ടാണ് എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത്. അതുകൊണ്ട് അവർ മാറ്റി. അപ്പൊ അത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള ഒരു വിരുദ്ധ വികാരം ഉണ്ടാവുകയും അതിനോടൊപ്പം CJP പോലെയുള്ള പാർട്ടികൾ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റും ഒക്കെ കണക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല, അടുത്ത 50 കൊല്ലത്തേക്ക് ഭരിക്കും എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു ഉട്ടോപ്യൻ സ്വപ്നമാണ്. BJP ഭരിക്കും, BJP അത്തരത്തിലുള്ള സ്ട്രെങ്ത് തന്നെ നേടിയിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്കിൽ പോലും ഇതൊന്നും മാറി മറിയാൻ അധിക ദിവസങ്ങളൊന്നും വേണ്ട എന്ന് അല്ല, മോദിയെ ജനം ഇപ്പൊ താഴെ ഇറക്കില്ല എന്ന് വളരെ ദൃഢമായി കാറ്റഗോറിക്കലി പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 കാര്യങ്ങൾ കറക്റ്റാണ്. ഒന്ന്, മധ്യവർഗ ജനത വലിയ തോതിൽ അസംതൃപ്തരാണ്.
രണ്ടാമത്തത് ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു, ഇന്ത്യ എക്കണോമിക്കലായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തത് വിലക്കയറ്റം എന്ന് പറയുന്നത് ജനത്തിന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കായിരിക്കുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൾമിനേഷൻ എങ്ങനെയായിരിക്കും? ഇനി ഈ പാർട്ടികളെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ CJP പോലൊരു പാർട്ടി വരൂ, അതോ BJP-യിൽ നിന്ന് തന്നെ അകത്ത് നിന്ന് തന്നെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ചില മോദി മാറ്റപ്പെടുമോ ഇല്ലയോ എന്നും നമുക്ക് പറയാനാളല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ സാധ്യതകളൊന്നും തള്ളിക്കളയാവുന്നതല്ല.